ഫെബ്രുവരി 9 നാളെ നമ്മുടെ പടം റിലീസാവുകയാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഒരു എഡ്ജ് ഓഫ് ദി സീൻ ത്രില്ലർ അങ്ങനെയല്ല, ഒരു ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിൻ്റെ ലൈഫും അവരിലൂടെ പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഈ സിനിമ നിങ്ങളെ നിരാശപ്പെട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഓവർ എക്സ്പെക്ടേഷൻസോ അല്ലെങ്കിൽ ഒരു മാസ് എഡ്ജ് ഓഫ് ദി സീൻ ത്രില്ലർ ഇതൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ വളരെ കൂളായിട്ട് ഓഡിയൻസ് തിയേറ്ററിലേക്ക് വന്നാൽ നിങ്ങളെ നിരാശപ്പെടുത്താത്ത വളരെ രസമുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോലീസ് വേഷത്തിലാണ്. ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് പടത്തിൽ. അപ്പം സിനിമ നല്ലതായിരിക്കും. അത് ഞാൻ പോലീസ് വേഷം ഇടുന്നതല്ല സിനിമയുടെ ഹൈലൈറ്റ്. സിനിമയുടെ ഹൈലൈറ്റ് അതിൻ്റെ കഥയും അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെയാണ്. ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ഈ സിനിമയുടെ നമുക്ക് എല്ലായിടത്തും കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസപ്ഷനും നമ്മൾ ഈ സിനിമയെ പറ്റിയിട്ട് നമ്മുടെ പ്രതീക്ഷകൾ വളരെ സന്തോഷമുള്ള പ്രതീക്ഷകളാണ്. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ചെയ്ത ഒരു സിനിമയാണ്. സിനിമയും നന്നായിട്ടുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുവരെയും തോന്നുന്നത്. തീർച്ചയായിട്ടും അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരാണ് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള വലിയ തീരുമാനിക്കുന്നത്. പക്ഷേ ഇത്രയാണ് സിനിമയെ പറ്റിയിട്ട് പറയാനുള്ളത്. മുമ്പ് ഞങ്ങൾ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ജനിച്ചിട്ട് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. അത് അന്വേഷണത്തിൻ്റെ മാത്രം കഥയല്ല, അന്വേഷകരുടെയും കൂടെ കഥയാണ്. ആ അന്വേഷകരാണ് വിനീതനും രാഹുലും ഞാനും പ്രമോദേട്ടനും ഒക്കെ. നമ്മളുടെയൊക്കെ ക്യാരക്ടേഴ്സിൻ്റെ ലൈഫിനെ എങ്ങനെ നമ്മൾ അന്വേഷിക്കുന്ന കേസുകൾ എഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ അതിനെ മാറ്റുന്നു എന്നൊക്കെ പറയുന്നതാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാഗരികരും അത് പറയുക. താങ്ക് യു. സോ ഇതിൻ്റെ റൈറ്റർ ജിൻ ചേട്ടൻ നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിൻ ചേട്ടൻ ഇതിൻ്റെ ഒരു ത്രെഡും കാര്യങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇൻ്റർവ്യൂസിലൊക്കെ. അപ്പോൾ ജിൻ ചേട്ടൻ അപ്പോൾ നാളെ പടം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. അതുപോലെ ജിൻ ചേട്ടൻ്റെ ഒരു റൈറ്റിംഗ് ഞങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ജിൻ ചേട്ടൻ എന്താ പറയാനുള്ളത് ഞങ്ങൾ? ഇപ്പം ഡാർവിനും ടോമി ബ്രോയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ എനിക്ക് പറയാനില്ല. നിങ്ങളെ നിരാശരാക്കാത്ത ഒരു സിനിമയായിരിക്കും, ഒരു ക്വാളിറ്റി സിനിമയായിരിക്കും. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതും. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളെ ബോറടിപ്പിക്കാത്തൊരു സിനിമ കൂടെ ആയിരിക്കും അന്വേഷിപ്പിക്കും കണ്ടെത്തുന്നത് കാര്യത്തിൽ നമ്മൾ ഗ്യാരണ്ടി തരാം. പിന്നെ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. രാഹുൽ പോലീസ്, നിങ്ങൾ ഈ അന്വേഷണത്തിൽ ഒരു ഭാഗം ഒരാളായിട്ടാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരു ജേണി? ഏകദേശം ഷൂട്ട് 65 ദിവസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. അത് വളരെ ആത്മാർത്ഥമായിട്ടും, കാരണം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാണ്ട് നമ്മൾ 65 ദിവസം വളരെ കംഫർട്ടബിളായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ബാക്കി ഇനി നാളെ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ട്രീറ്റ് തന്നെ ആയിരിക്കുമെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ബാക്കി ഇനി നാളെ നിങ്ങൾ കണ്ടിട്ട് പറയുക. പടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. താങ്ക് യു. പിന്നെ എല്ലാവരുടെ പോലെ തന്നെ നമ്മളും വളരെ പ്രതീക്ഷയിലാണ് നാളെ സിനിമ കാണാൻ. ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കര എഫക്റ്റുള്ളൊരു സിനിമയാണ്. അപ്പോൾ അത് മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ പിന്നെ കാണാം. പക്ഷേ തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഫുൾ പൂർണ്ണതയിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ചെറിയ വേഷങ്ങളൊക്കെ എല്ലാ സിനിമയിലും ചെയ്യാറുള്ളത്. ഒരു സിനിമ മാത്രം നമ്മൾ ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ സിനിമയിൽ എൻ്റെ. അപ്പോൾ വളരെ പ്രതീക്ഷയിൽ നിൽക്കണം. എല്ലാവർക്കും താങ്ക്സ്. പ്രമോദൻ എന്നോട് പറയാം, നീ എൻ്റെ ലാസ്റ്റ് വന്നേ ചോദിക്കാൻ പാടുള്ളൂ. അപ്പോൾ പ്രമോദേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? വളരെ സന്തോഷം. എന്താ പറയുക, നല്ല ഒരുപാട് പ്രതീക്ഷകൾ, ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഈ സിനിമയെ സമീപിച്ചതും ഈ സിനിമ ഞങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി തയ്യാറായതും. ഒത്തിരി പ്രതീക്ഷ വെച്ചാണ്. കൂടുതലായൊന്നും പറയുന്നില്ല. വളരെ നല്ല സിനിമയായിരിക്കും. ഞാൻ ഒന്നാമത് തമിഴിൻ്റെ ആളാന്ന് പറയുന്നതുകൊണ്ട് പള്ളുകൾ പറയുകയാണ്, വായടക്കുന്നു, പണിയെടുക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് നല്ല സിനിമയായിരിക്കും. നിങ്ങളാരും നിരാശപ്പെടുത്തില്ല, നിങ്ങൾ ഞങ്ങളെ നിരാശപ്പെടുത്തരുത്, അത്രയും പറയാനുള്ളൂ. ബാക്കി കാര്യം ഡീറ്റെയിൽ സംസാരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനിയിപ്പം പ്രസ്സിനാണ് ഓപ്പൺ ടു ദ പ്രസ് Q&A. അപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾ, ഡൗട്ടുകൾ, എന്താണ് എക്സ്പെക്ടേഷൻസ് എല്ലാം ചോദിക്കാം. സോ പ്ലീസ് ഗോ ക്വസ്റ്റ്യൻസ്.